കതിരൂർ മനോജ് കൊല്ലപ്പെട്ട കേസിൽ പി ജയരാജൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. വിവരങ്ങളുമായി ഇപ്പോൾ ജോഷില. ഏത് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്? എന്തൊക്കെയാണ് മറ്റ് വിശദാംശം? അജിൻഷാദ്, കതിരൂർ മനോജ് വധക്കേസിൽ CBI പ്രതി ചേർത്ത സാഹചര്യത്തിലാണ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യഹർജി നൽകിയിരിക്കുന്നത്. ജാമ്യഹർജി നാളെ കോടതി പരിഗണിക്കും. BJP CBIയെ ഉപയോഗിച്ച് രാഷ്ട്രീയ വേട്ട നടത്തുകയാണെന്നാണ് ജാമ്യഹർജിയിൽ പ്രധാനമായും പി ജയരാജൻ ഉന്നയിച്ചിരിക്കുന്നത്. സമീപകാലത്ത് കണ്ണൂർ സന്ദർശിച്ച RSS നേതാവിന്റെ സമ്മർദ്ദവും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വാധീനവുമാണ് ശ്രമത്തിന് പിന്നിലെന്നും അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു പ്രതിചേർക്കൽ പ്രക്രിയ നടന്നിട്ടുള്ളതെന്നും ജാമ്യഹർജിയിൽ പി ജയരാജൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തെളിവും വസ്തുതയുമില്ലാത്ത നീക്കം നടത്തുകയാണ് CBI ചെയ്യുന്നത്. മറ്റു പ്രതികൾക്കില്ലാത്ത വകുപ്പ് ചേർത്താണ് പി ജയരാജനെ പ്രതി ചേർത്തിട്ടുള്ളത്. ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് APA അടക്കം ജാമ്യഹർജിയിൽ പി ജയരാജൻ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, വിക്രമൻ എന്ന മറ്റൊരു പ്രതി സന്തത സഹചാരിയാണെന്ന വാദം തെറ്റാണ്. ഡ്രൈവർ എന്ന പദവും തെറ്റാണ്. വിക്രമൻ പി ജയരാജന്റെ ഡ്രൈവറായിരുന്നു എന്ന CBI വാദം തെറ്റാണ് എന്നും ജാമ്യഹർജിയിൽ പറഞ്ഞിരിക്കുന്നു. ഡ്രൈവർ ലൈസൻസ് പോലും ഇല്ലാത്ത ആളാണ് ഡ്രൈവർ ലൈസൻസ് പോലും ഇല്ലാത്ത ആളാണ് വിക്രമൻ. അദ്ദേഹത്തെ കുറിച്ചാണ് ഡ്രൈവറാണ്, പി ജയരാജന്റെ ഡ്രൈവറാണ് എന്നുള്ള രീതിയിലുള്ള ന്യായവാദം CBI നടത്തിയിരിക്കുന്നത്. ഇത് ന്യായയുക്തമല്ല, നിയമപരമായി കേസിനെ നേരിടും എന്ന് കാണിച്ചുകൊണ്ടാണ് ജാമ്യഹർജി പി ജയരാജൻ ഇപ്പോൾ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അതായത് ജോഷില വിക്രമന്റെ സന്തത സഹചാരിയാണെന്ന് എഴുതി പിടിപ്പിച്ചതടക്കം സാക്ഷികളൊന്നും തന്നെ ജയരാജന്റെ പേര് പരാമർശിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ CBI ജാമ്യാപേക്ഷയുമായി മുൻകൂർ ജാമ്യാപേക്ഷയുമായി നീങ്ങുന്ന ഘട്ടത്തിൽ ജയരാജൻ പ്രതിയല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീടാണ് പ്രതിയാക്കപ്പെട്ടത്. ഇത്തരത്തിലൊക്കെ ഗൂഢാലോചനയുടെ സാധ്യതകൾ ഹർജിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അത് നിയമപരമായി എങ്ങനെ നിലനിൽക്കുന്നതാണ്? ഇതേ സംബന്ധിച്ച് നിയമവിദഗ്ധർ കൂടി പറയുന്നത് പങ്കുവച്ചാൽ. അജിംഷാദ്, കഴിഞ്ഞ ദിവസം 19-ാം തീയതിയാണ് മുൻകൂർ ജാമ്യഹർജി പി ജയരാജൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യഹർജി കോടതി തള്ളിയത്. അതിൽ കോടതി പറഞ്ഞതും അതുപോലെ തന്നെ CBI ഉന്നയിച്ചതുമായ ഒരു കാര്യം പി ജയരാജൻ പ്രതിയല്ല എന്നുള്ളതായിരുന്നു. കേസ് അതുവരെ പ്രതിയല്ലാതിരുന്ന പി ജയരാജനെതിരെയാണ് ഇന്നലെ പ്രതി ചേർത്ത സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പി ജയരാജൻ AKG ആശുപത്രിയിൽ സഹകരണ ആശുപത്രിയിൽ ദേഹാസ്വാസ്ഥ്യ മൂലം ചികിത്സയിൽ കഴിയുകയാണ്. ഈ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യഹർജി അടക്കം ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഇതിൽ പറയുന്ന കാര്യം UAPA അടക്കം പെട്ടെന്ന് ധൃതി പിടിച്ച് ചേർക്കാനുള്ള കാരണം തീർച്ചയായും വ്യക്തമാണ്. UAPA അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയതിനോടുള്ള പ്രതിഷേധം CPIM-ൽ നിന്ന് മാത്രമല്ല ലീഗിൽ നിന്നും അത്തരത്തിലുള്ള വിയോജിപ്പുകൾ പുറത്തെത്തുന്ന ഘട്ടമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ PV കുട്ടൻ ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. കുട്ടൻ, എന്തൊക്കെയാണ് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ കൈക്കൊണ്ട നിലപാട്? അജിൻഷാദ്, UAPA നിയമത്തോട് വളരെ ശക്തമായ പ്രതിഷേധമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്നത്. ഇന്ന് അല്പസമയം മുമ്പ് കോഴിക്കോട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ലീഗിന്റെ കേരള യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ള വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ MPയും ഉൾപ്പെടെയുള്ളവരാണ് UAPAക്കെതിരെ ലീഗിനുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. UAPA പോലുള്ള കരിനിയമങ്ങളോട് നേരത്തെ തന്നെ ലീഗിന് വലിയ വിയോജിപ്പാണ്. അതിനെതിരെ ശക്തമായ ക്യാമ്പയിൻ അടക്കം മുസ്ലിം ലീഗ് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൽ ഈ ഒരു കരിനിയമം രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുന്നതിനെയും ശക്തമായ വിയോജിപ്പ് തന്നെയാണ് മുസ്ലിം ലീഗ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് UAPA ചുമത്തി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന പ്രതികരണമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അജിംഷാദ്.